നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയെക്കുറിച്ച് ദീർഘനാളായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ട് മുമ്പും വെച്ച് തുടങ്ങിയതാണ് ഈ കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന എന്ന ചർച്ച. പിന്നീട് ആ ചർച്ചകൾ ഒരു കാലഘട്ടത്തേക്ക് മാറി നിന്നു. ഇപ്പോൾ വീണ്ടും കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാവുകയാണ്. ഇനി അധികം വൈകില്ലെന്നും ഒരുപക്ഷെ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന നടക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ഏതാനും ചില സഹമന്ത്രിമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഏതാനും ചില അഴിച്ചുപണികൾ ഉണ്ടാകും എന്നാണ് നേരത്തെ കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ ചെറിയ പുനഃസംഘടനയല്ല, സമഗ്രമായ പുനഃസംഘടന തന്നെ കേന്ദ്ര മന്ത്രിസഭയിൽ വരുന്നു. അങ്ങനെ വളരെ വിശാലമായ ഒരു പൊളിച്ചെഴുത്ത് അല്ലെങ്കിൽ കൂടി തന്ത്രപ്രധാനമായ നിർണായകമായ മാറ്റങ്ങൾ കേന്ദ്ര മന്ത്രിസഭയിൽ അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന സൂചനയാണ് വരുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ കുറെ നാളുകളായി ഈ ഒരു വിവാദത്തിൽ ഏർപ്പെടുന്ന സാഹചര്യമുണ്ട്. നീറ്റ് UG പരീക്ഷ, അതോടൊപ്പം തന്നെ CBSEയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, ഇതിലെല്ലാം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ കുറെ നാളുകളായി വിമർശനത്തിന് ഇരയാകുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റിയേക്കും എന്ന സൂചന നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് തലസ്ഥാനത്ത് CJPയുടെ പ്രതിഷേധം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ CJPയുടെ പ്രതിഷേധം കണക്കിലെടുത്ത് തൽക്കാലത്തേക്ക് ധർമ്മേന്ദ്ര പ്രധാനെ തുടരാൻ അനുവദിക്കും എന്നൊരു വാർത്തയും ഉണ്ടായിരുന്നു. എന്നാൽ ആ വാർത്തകൾക്കെല്ലാം ഇപ്പോൾ പ്രാമുഖ്യം കുറഞ്ഞിരിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് മാറ്റും, അല്ലെങ്കിൽ ഒരുപക്ഷെ മന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, കേന്ദ്ര മന്ത്രിസഭയിൽ മറ്റൊരു വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നു. അത് ധനമന്ത്രിയുമായി ബന്ധപ്പെട്ടതാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇപ്പോൾ ധനവകുപ്പ് ഒഴിയുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. നിർമ്മല സീതാരാമൻ വളരെ ദീർഘകാലം ധനമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയാണ്. ധനമന്ത്രി എന്ന രീതിയിൽ കഴിവ് തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെയുള്ള നിർമ്മല സീതാരാമനാണ് ഇപ്പോൾ ധനമന്ത്രി പദം ഒഴിയാൻ പോകുന്നത്. ഇങ്ങനെ നിർമ്മല സീതാരാമൻ ധനമന്ത്രി പദം ഒഴിയുന്നത് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കാനാണ് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ധർമ്മേന്ദ്ര പ്രധാന് പകരം വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ആ വകുപ്പിൽ ഉണ്ടാക്കിയ ക്ഷീണം തീർക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. അതുകൊണ്ട് തന്നെ ഈ ധനമന്ത്രി പദം രാജിവെച്ച് നിർമ്മല സീതാരാമൻ വിദ്യാഭ്യാസ മന്ത്രിയായി മാറിയേക്കും. അങ്ങനെയെങ്കിൽ ധനമന്ത്രി ആര് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ആ ചോദ്യത്തിനും ഉത്തരം വരുന്നുണ്ട്. മുൻ RBI ഗവർണർ ശക്തികാന്ത ദാസ് ആയിരിക്കും പുതിയ ധനമന്ത്രി എന്നാണ് സൂചന. അദ്ദേഹം നേരത്തെ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി അടക്കം പ്രവർത്തിച്ചിട്ടുണ്ട്. സാമ്പത്തിക കാര്യ വിദഗ്ധനാണ്. ഭാരതത്തിന്റെ ധനമന്ത്രാലയം മുന്നോട്ട് കൊണ്ടുപോകാനായി എല്ലാ രീതിയിലും യോജിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ ശക്തികാന്ത ദാസ്. ഈ ശക്തികാന്ത ദാസ് നിർമ്മല സീതാരാമന് പകരം ധനമന്ത്രിയാകും എന്നാണ് സൂചന. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ശ്രീകാന്ത് ഷിൻഡെയ്ക്ക് കേന്ദ്ര മന്ത്രിസ്ഥാനം ലഭിക്കുന്നു എന്നുള്ളതാണ്. ശ്രീകാന്ത് ഷിൻഡെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ മകനാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ സ്വന്തം സംസ്ഥാനത്ത് നടന്നിരുന്നു. അതായത് 2 ശിവസേനകൾ അവിടെ ഉണ്ടായിരുന്നു. യഥാർത്ഥ ശിവസേന, അതായത് ഷിൻഡെ വിഭാഗത്തിലുള്ള ശിവസേന, അതോടൊപ്പം തന്നെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ ചില നീക്കങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുകയും ഓപ്പറേഷൻ ടൈഗർ നടപ്പിലാക്കി ഏതാണ്ട് 9 MP-മാരിൽ 6 ശിവസേന MP-മാരെ NDA പാളയത്തിലേക്ക് എത്തിച്ച ഒരു വലിയ ഓപ്പറേഷന് നേതൃത്വം കൊടുത്ത നേതാവാണ് ഏക്നാഥ് ഷിൻഡെ. അതിനു പകരമായി ശ്രീകാന്ത് ഷിൻഡെയെ ഇപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതായത് പരമാവധി MP-മാർ BJP പക്ഷത്തേക്ക് അല്ലെങ്കിൽ NDA പക്ഷത്തേക്ക് വരേണ്ട രാഷ്ട്രീയ സാഹചര്യവുമുണ്ട്. സുപ്രധാനമായ ചില ബില്ലുകൾ പാർലമെന്റിൽ വരാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പിന്തുണ അല്ലെങ്കിൽ NDAയുടെ നമ്പർ അത് ഉയരേണ്ട സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് വിവിധ സംസ്ഥാനങ്ങളിൽ പല രാഷ്ട്രീയ ഓപ്പറേഷനുകളും BJP നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാരാഷ്ട്രയിൽ നടത്തിയ ഓപ്പറേഷനായിരുന്നു. 9 ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം MP-മാരിൽ 6 പേരെയും സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവന്നു ഏക്നാഥ് ഷിൻഡെ ഓപ്പറേഷൻ ടൈഗറിലൂടെ. അതിന് പ്രത്യുപകാരമായി ശ്രീകാന്ത് ഷിൻഡെയെ കേന്ദ്രമന്ത്രിയാക്കാൻ തയ്യാറെടുക്കുകയാണ് BJP. മാത്രമല്ല, സമാനമായ ഒരു ഓപ്പറേഷന് നേതൃത്വം നൽകിയ രാഘവ് ഛദ്ദ പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. പഞ്ചാബിൽ അപ്രതീക്ഷിതമായി
ഭരണത്തിലെത്താനാണ് BJP-യുടെ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായി രാജ്യസഭാ MP-മാർ 10-ൽ 7 രാജ്യസഭാ MP-മാരും ആം ആദ്മി പാർട്ടിയുടെ 10-ൽ 7 രാജ്യസഭാ MP-മാരും NDA പാളയത്തിലേക്ക് പോയിരുന്നു. അവർ BJP-യിൽ ചേർന്നിരുന്നതാണ്. രാജ്യസഭയിലും BJP-ക്ക് പിന്തുണ ഉള്ള അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയിൽ നടത്തിയ ഓപ്പറേഷന് നേതൃത്വം നൽകിയത് രാഘവ് ചദ്ദയായിരുന്നു. ജനകീയനായ MP-യാണ് രാഘവ് ചദ്ദ. വളരെയധികം പ്രശസ്തമായ പല നീക്കങ്ങളും രാഷ്ട്രീയ പ്രസ്താവനകളും നടത്തിയിട്ടുള്ള രാഘവ് ചദ്ദ കേന്ദ്രമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വലിയ നീക്കങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങൾ രാഘവ് ചദ്ദ ഈ അടുത്ത കാലത്ത് നടത്തിയിരുന്നു. 7 ആം ആദ്മി പാർട്ടി MP-മാരെ BJP പാളയത്തിലേക്ക് എത്തിച്ചു. മാത്രമല്ല, സംസ്ഥാനത്ത്, പഞ്ചാബ് എന്ന സംസ്ഥാനത്ത് ഒരു സ്വാധീനവും ഇല്ലാതിരുന്ന BJP-ക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. മാത്രമല്ല, 60ഓളം MP-മാർ, ആം ആദ്മി പാർട്ടിയുടെ MP-മാർ BJP-യിലേക്ക് വരാനായി തയ്യാറെടുത്തിരിക്കുന്നു എന്ന സൂചനയുമുണ്ട്. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും പഞ്ചാബിൽ ഭരണം പിടിക്കാനുള്ള നിലയിലേക്ക് പോലും BJP പോകുന്നുണ്ട്. ഈ രാഷ്ട്രീയ നീക്കം നടത്തിയത് രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കപ്പെടുന്നത്. മാത്രമല്ല, കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയെ മാറ്റുമെന്ന് പറയുന്നുണ്ട്. 6 കേന്ദ്രമന്ത്രിമാർ, 6 കേന്ദ്ര സഹമന്ത്രിമാരെ മാറ്റാനുള്ള പദ്ധതിയുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടോ എന്നറിയില്ല. എന്തായാലും സുരേഷ് ഗോപി അടക്കമുള്ളവരുടെ വകുപ്പുകൾ മാറ്റാനുള്ള സാധ്യതയുമുണ്ട്. ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിസ്ഥാനം പോലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട പേരുകൾ ഇപ്പോൾ, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ പേരുകൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നില്ല ഈ മന്ത്രിസഭ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷത്തിൽ. പക്ഷേ പാർട്ടി BJP-യാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഫലം വരിക, അന്തിമ ഫലം വരിക എന്നറിയില്ല. പക്ഷേ 6 സഹമന്ത്രിമാർ മാറും എന്നത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതിൽ സുരേഷ് ഗോപി ഉണ്ടോ എന്നറിയില്ല. കേരളവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജോർജ് കുര്യൻ രാജിവെച്ചിരുന്നു. ജോർജ് കുര്യന്റെ രാജിക്ക് പകരമായി കേരളത്തിൽ നിന്നും മറ്റൊരു നേതാവ് മന്ത്രിയാകും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. K. സുരേന്ദ്രൻ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ മന്ത്രിയായേക്കുമെന്ന ചർച്ചകളാണ് നടന്നത്. K. സുരേന്ദ്രൻ ഏതാണ്ട് മന്ത്രിപദം ഉറപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എന്ന നിലയിലേക്ക് എത്തിയിരുന്നതാണ്. K. സുരേന്ദ്രൻ കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എത്തും എന്ന് അദ്ദേഹം ഏതാണ്ട് ഉറപ്പിച്ചിരുന്ന ഒരു സമയമാണ്. പക്ഷേ കേരളത്തിൽ നിന്നും ആരെയും പരിഗണിക്കുന്നില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. K. സുരേന്ദ്രനെയോ അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനെയോ കേന്ദ്രമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കുന്നില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് വരുന്നത്. അങ്ങനെയാണ് എങ്കിൽ K. സുരേന്ദ്രൻ അടക്കമുള്ളവർക്ക് വലിയ അതൃപ്തി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതാണ് കേന്ദ്രമന്ത്രി പദം, ഏതാണ്ട് ഉറപ്പിച്ചിരുന്നതുമാണ്. ഈ ഘട്ടത്തിലാണ് കേരളത്തിൽ നിന്നും ആരെയും പരിഗണിക്കുന്നില്ല എന്ന വാർത്തയും വരുന്നത്. എന്തായാലും സമഗ്രമായ മാറ്റങ്ങളോടുകൂടി, വലിയ വലിയ മാറ്റങ്ങളോടുകൂടി കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന തിങ്കളാഴ്ചയ്ക്കകം ഉണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.